വെള്ളിയാഴ്ച ഹരിപ്പാട് ഒരു കല്യാണം ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ റെഡിയായിട്ട് ബസ്സിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ നല്ല ചൂടാണ്. ഇവിടെ ചെല്ലാൻ നേരം ഒരു വഴിയാവും. അത് കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ്സിന് പോകുന്നത് തീർച്ചയായിട്ടും പുറകെ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ നേരെ അനിയത്തിയടുത്തേക്കായിരുന്നു ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് റെഡിയാവുന്നതുള്ളത്. അപ്പോൾ നമുക്ക് ഇറങ്ങുന്ന ടൈം ഇത്തിരി ആയിട്ടുള്ളത് കാരണം പിന്നെ എല്ലാം കൂടെ വാരി എടുത്തുകൊണ്ട് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് ഒരു ഒറ്റ ഓട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞാവിനെ റെഡിയാക്കി അവൾ വണ്ടിയിലൊക്കെ കയറി നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. വലിയ വഴക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ സമയത്ത് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുക്കനെ സ്വീകരിക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണ ചെറുക്കൻ. ഇത് ശരിക്കും ഉണ്ണിയുടെ അപ്പച്ചിയുടെ മോനാണ്, ഉണ്ണിയുടെ കസിനാണ് കേട്ടോ. അപ്പം നമ്മളെ ചെറുക്കൻ കൂട്ടരെ മൊത്തത്തിൽ സ്വീകരിച്ചിട്ട് നമ്മൾ അകത്തേക്ക് കയറുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ സൈഡിൽ നിൽക്കുകയാണ്. അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ചായിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് കയറിയിട്ട് അധികം ഫ്രണ്ടിലേക്ക് പോകാതെ ഒരു ഇടഭാഗത്തേക്ക് കയറിയിട്ടാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. കുഞ്ഞാവ ഉള്ളത് കാരണം കൊട്ടും മേളവും സൗണ്ടൊക്കെ കേട്ടിട്ട് അവൾക്ക് ഉറങ്ങുന്ന ടൈമിൽ ഡിസ്റ്റർബൻസ് ആണ്ടാന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ തന്നെ കുഞ്ഞിപ്പെണ്ണ് ഉറക്കമായത് കാരണം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മുഹൂർത്തം ഒരു 12:30 ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ ഇരുന്നിട്ട് പിന്നെ അവർ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാവേനെ നോക്കേണ്ടത് കാരണം ഒരു രണ്ടാമത്തെ ട്രിപ്പൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഏരിയയിൽ കിട്ടുന്നതിനെക്കാട്ടിലും കുറച്ച് വെറൈറ്റി വിഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. തീയിലും ചമ്മന്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കുഞ്ഞാവേനെ പിടിച്ചു ഉറക്കുമായിരുന്നു കേട്ടോ. അവൾക്ക് നല്ല ചൂടായത് കാരണം ഇടയ്ക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ ചെറുക്കന് പെണ്ണ് ഇറങ്ങുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരിറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവർ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ പുറത്തിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അവരിറങ്ങുന്ന ആ ഒരു ടൈമിൽ നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരിറങ്ങിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ അവിടെ അങ്ങനെ കുറച്ച് നേരം നിന്നു കേട്ടോ. അവരങ്ങനെ 2-2:30 ഒക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടി വ്ളോഗ് ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.